അതേപോലെ ബദ്രീനാഥിൽ മറ്റൊരു കാഴ്ച ഉണ്ട്. ബദ്രീനാഥിൽ നമുക്ക് വസുധാര കാണാം. അപ്പോൾ ധാരാളം അതേപോലെ തുളസി വനുണ്ട്, തുളസി മല ഉണ്ട്, അങ്ങനെ ധാരാളം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നരനാരായണ പർവ്വതം കാണാം. അതേപോലെ തന്നെ നീലകണ്ഠ പർവ്വതം കാണാം. നീലകണ്ഠ പർവ്വതം, ബദ്രിയിലെ നീലകണ്ഠ പർവ്വത കാഴ്ച അതേപോലെ മറ്റൊരു കാഴ്ചയാണ്. കൈലാസം എങ്ങനെയാണോ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളേറ്റ് സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്നത്, അതേപോലെയാണ് ബദ്രിയിലെ നീലകണ്ഠ പർവ്വതം. നീലകണ്ഠ പർവ്വതം പിന്നെ അതിന് ബദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ വളരെ പുറകിൽ വളരെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വതമാണ്. അപ്പോൾ രാവിലെ നമ്മളൊരു 5:45-6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആ സൂര്യൻ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും സ്വർണം തന്നെയാണ്. സ്വർണ്ണമല്ല നമ്മൾ പറയാം, ഒരു മല നിറയെ സ്വർണം, അതെങ്ങനെയായിരിക്കും? അങ്ങനെയാണ് നീലകണ്ഠ പർവ്വതത്തിലെ പ്രഭാതത്തിലെ കാഴ്ച. അത് കഴിഞ്ഞാൽ ആ സൂര്യൻ അങ്ങനെ വരുന്നതിനനുസരിച്ച് അത് ആ സ്വർണ്ണ വർണ്ണം മാറി മെല്ലെ വെള്ളി നിറത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. അത് മുഴുവൻ നമുക്കൊരു മണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നിറം മാറ്റം നമുക്ക് ശരിക്കും അത് കൈലാസത്തിലും കാണാം. ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ അത് നേരിട്ട് ബോധ്യപ്പെടും.